കായംകുളം മൂന്നാംകുറ്റിക്ക് സമീപമുള്ള പള്ളിക്കൽ നടുവിലെ മുറി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീ ക്ഷേത്രമാണ് ഈ കാണുന്നത്. പ്രസിദ്ധമാർന്ന ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് കളീക്കൽ ദേവീ ക്ഷേത്രമെന്നാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിളിച്ചാൽ വിളിപ്പുറത്തമ്മയായി എത്തുന്ന യക്ഷിയമ്മയാണ്. ഇതുകൂടാതെ മറ്റു പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മാടൻ സ്വാമിയും ബ്രഹ്മരക്ഷസും യോഗീശ്വരനും പട്ടത്തി അമ്മയും നാഗരാജാവും നാഗയക്ഷിയമ്മയും മധ്യമ സർപ്പവും ഇവിടെയുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തമ്മയായി എത്തുന്ന ഈ അമ്മയുടെ സന്നിധിയിൽ ശാന്തവും സൗമ്യവും പോസിറ്റീവ് എനർജിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിൽ മദ്യപിച്ചെത്തുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ വളരെ ശാന്തവും സമാധാനപൂർണവുമായ ഭക്തജനങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. അത്രയ്ക്കും ദൈവിക ചൈതന്യമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യമായി ഈ ക്ഷേത്രത്തിൽ എത്തുന്നവർ ഇവിടുത്തെ ദൈവിക ചൈതന്യം ഉൾക്കൊള്ളുമ്പോൾ വീണ്ടും വരണമെന്നുള്ള ആഗ്രഹം തോന്നുന്നു. ഇതുകൂടാതെ മറ്റൊരു സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രനടയിൽ നിന്നുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ പലരുടെയും പല രോഗങ്ങൾ മാറും. അങ്ങനെ രോഗങ്ങൾ മാറിയ ചരിത്രവും ഉണ്ട്. അതുപോലെ വിളിച്ചാൽ വിളിപ്പുറത്തമ്മയുടെ തിരുസന്നിധിയിൽ ജ്യോതിഷത്തിലൂടെ പരിഹാര മാർഗങ്ങളുമുണ്ട്. കുട്ടികൾ അതിര് കടന്നുള്ള മൊബൈൽ ഉപയോഗത്തിലൂടെ മാനസിക നില തെറ്റുമ്പോൾ മന്ത്ര ഉച്ചാരണത്തിലൂടെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന ഒരു തിരുസന്നിധിയും കൂടിയാണ് കളീക്കൽ ദേവീ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഉപദേഷ്ടാവ് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ആധ്യാത്മിക പ്രഭാഷകനും ഭാഗവത ചൂടാമണിയുമായ ഡോക്ടർ പള്ളിക്കൽ സുനിൽജിയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും മാനേജരായ പള്ളിക്കൽ രാംദാസ് പറയുന്നത് ഒന്ന് കേൾക്കൂ. ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന്റെ മാനേജറാണ്. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു ജ്യോത്സ്യൻ കൂടിയാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള എന്താണ് സാർ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സാർ? ഇത് ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ യക്ഷിയമ്പലമാണ്. ഏതാണ്ട് 200 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. എല്ലാ മാസവും മകത്തിനാണ് നട തുറക്കുന്നത്. മകത്തിന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കുകയും 6:30-ക്ക് ദീപാരാധന, 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ ജ്യോതിഷാലയവും നമ്മൾ പുനഃപ്രതിഷ്ഠ 2022-ലായിരുന്നു. 50 വർഷം കൊണ്ട് മുടങ്ങിക്കിടന്നത് 2 മാസം കൊണ്ട് പെട്ടെന്ന് പുനഃപ്രതിഷ്ഠയാകുകയും അതിനുശേഷം ജ്യോതിഷാലയം തുടങ്ങുകയും ചെയ്ത് നിരവധി ഭക്തജനങ്ങളാണ് അമ്മയെ തിരക്കി എത്തുന്നത്. ജ്യോതിഷ രീതിയിൽ തന്നെ ഫലവും 5 പേർക്ക് മാരകമായ അസുഖം വന്ന് അമ്മ അത് മാറ്റി. അവരോട് ചോദിച്ചപ്പോൾ അവര് ആത്മാർത്ഥമായി അമ്മയെ വിളിച്ചുകൊണ്ടാണ് അത് മാറി. ഞങ്ങള് മന്ത്രം കൊടുക്കും, ആ മന്ത്രം ജപിക്കുകയും 3 ആഴ്ച കൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടും. 6 മാസം ഒന്നുമില്ല, മന്ത്രമാണ് കൊടുക്കുന്നത്. ആ മന്ത്രം ജപിച്ച് അവരവര് തന്നെ അവരവരുടെ ദോഷം മാറ്റുക. അങ്ങനെയാണ്, കലിയുഗമാണ്. എന്നിട്ട് മന്ത്രത്തിലൂടെ നമുക്ക് മാറ്റാൻ നോക്കും. അങ്ങനെയാണ് 5 പേരുടെ മാരകമായ അസുഖം മാറുകയും നിരവധി പേരെ വിദേശത്ത് വിടുകയും ചെയ്തു. 3 വർഷം 5 വർഷം വിദേശത്ത് പോകാൻ നിൽക്കാത്തവരെ 3 ആഴ്ച കൊണ്ട് വിദേശത്തേക്ക് വിടാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ നിരവധി പേരാണ്. 3 സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യാൻ വന്ന് അവർക്ക് മന്ത്രം കൊടുത്ത് അവരുടെ ഭർത്താക്കന്മാരെ ലെവലാക്കി ഗൾഫിൽ വിദേശത്ത് വിടുകയും അവരൊക്കെ ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അവരെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഈ ജ്യോതിഷം നോക്കുന്നത് എങ്ങനെയാണ്? നടനേരയിലാണോ അതോ നമ്മള്? നടയോട് ചേർന്നുള്ള ഓഫീസ് വെച്ചാണ്. കബഡി പ്രശ്നമാണ്. അതാണ് കയറി വരുമ്പോ തന്നെ അമ്മ പറഞ്ഞു തരും അവർ നടക്കുകയില്ല എന്നുള്ളത് തന്നെ അമ്മ അതിനുള്ള സിഗ്നൽ തരും. നമുക്കറിയാം, ആള് വരുമ്പോഴും ചോദിക്കുമ്പോഴും അത് നടക്കുകയില്ല എന്നുള്ളത്. ഇങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അത് അമ്മ നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ ഉത്സവത്തിന് അമ്മ അനുഗ്രഹിച്ച് തുള്ളുമായിരുന്നു. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം തുള്ളലില്ല, പഴയ ആചാരങ്ങൾ ഇല്ല. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോലീസുകാരൊക്കെ നിർത്താറുണ്ട്. പ്രശ്നമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ പോലീസുകാർ നിർത്താറുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഇവിടെ നല്ല ഉത്സവങ്ങൾ നടക്കും. പക്ഷെ വളരെ സൈലന്റ് ആണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്നത് കേട്ടു. ശരിയാണോ? ശരിയാണ്. ഇവിടെ ഞങ്ങൾ വാളണ്ടിയേഴ്സോ പോലീസ് ഇല്ല, അമ്മയെന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ആരും വന്നൊരു ബഹളം ഉണ്ടാക്കത്തില്ല. 2 മണി വരെ ഞങ്ങള് പരിപാടി നടത്തിയാലും പോലീസുകാർ വരത്തില്ല. അവർക്കറിയാം ക്ഷേത്രത്തെ കുറിച്ച്. കഴിഞ്ഞ അങ്ങേ വർഷം കാവാലം ശ്രീകുമാറിന്റെ സംഗീത കച്ചേരിയും ഡാൻസും ഒക്കെ ആയിരുന്നു. അത് 2 മണി വരെ പോയി. ഒരു കുഴപ്പമില്ല, ഒരു ബഹളവും ഇല്ല. പോലീസ് സ്റ്റേഷൻ തിരക്കിയാൽ തന്നെ ആരും ഒരു കംപ്ലൈന്റും. ക്ഷേത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാനും
ജ്യോത്സ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനും ജ്യോത്സ്യർ പള്ളിക്കൽ രാംദാസിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും 85 90 84 22 53